ആയിരങ്ങളെ സാക്ഷിയാക്കി മണ്ണാർക്കാട് പെരുമ്പടാരി പോർക്കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് വർണ്ണാഭമായി. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ വിദേശ വനിത മാക്സോണയടക്കം നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കാളികളായി. മനുഷ്യനും സർവ്വചരാചരങ്ങൾക്കും സർവൈശ്വര്യലബ്ധിക്കായി ഭഗവതിയെ പൂക്കൾ കൊണ്ട് മൂടുന്ന ചടങ്ങാണ് പൂമൂടൽ. തുളസി, താമര, ചെത്തി, വെളുത്ത ജമന്തി, റോസ് തുടങ്ങിയ പുഷ്പങ്ങൾ മാത്രമാണ് പൂമൂടൽ ചടങ്ങിന് ഉപയോഗിക്കുന്നത്. അഴകത്ത് മനക്കൽ പ്രകാശൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ, നിവേദ്യം എന്നിവയ്ക്ക് ശേഷമാണ് പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചത്. 6 അടിയോളം ഉയരത്തിൽ ഭഗവതിയെ പൂമൂടുന്നത് പോർക്കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ സവിശേഷതയാണെന്ന് ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ എസ് അജയ്കുമാർ പറഞ്ഞു. നമ്മുടെ പൂമൂടലിൻ്റെ പ്രത്യേകത, പല ക്ഷേത്രങ്ങളും പൂമൂടൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ 6 അടി അതിലധികം ഉയരമുള്ള വലിയ വിഗ്രഹം പൂമൂടൽ ചടങ്ങ് വളരെ അപൂർവമായി മാത്രമാണ് ഉണ്ടാവാറുള്ളത്. കാരണം ഏതാണ്ട് 2 വണ്ടിയോളം 2 ലോഡോളം പൂവ്, തുളസി 400 കിലോയിലധികം പൂവ് ഉപയോഗിച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ ക്ഷേത്രത്തിനും വ്യത്യസ്തമായിട്ട് പോത്തൊഴിക്കാവിലെ പൂമൂടൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക, ഒട്ടേറെ ആൾക്കാർ അഭീഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്ന് ഈ പൂമൂടലിൽ പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ വനിത പൂമൂടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലും നമ്മുടെ പൈതൃകത്തെ അംഗീകരിക്കുന്നതിലും സന്തോഷമുണ്ടെന്ന് വിശ്വാസികൾ പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹനീയ യുവതിയാണ്. ഇവിടെ വന്ന് ദേവിയെ കാണാനും ദേവിയുടെ പൂമൂടൽ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് വന്നത്. ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവിയാണ് പോത്തൊഴിക്കാവിലമ്മ എന്നാണ് പറഞ്ഞത്. അവർക്ക് ചീട്ടെടുത്ത് പൂമൂടൽ നടത്താൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ വന്ന് ചീട്ടെടുക്കുകയും ആ പൂമൂടൽ ചെയ്യുവാനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഒരു വിദേശ വനിതയാണെങ്കിൽ പോലും നമ്മുടെ ഈ സംസ്കാരവും നമ്മുടെ ഈ ചടങ്ങുകളോടും വളരെ അടുപ്പവും ആഭിമുഖ്യമുള്ള ഈ മഹനീയ വനിതയെ ഞാൻ നമസ്കരിക്കുന്നു. അവർക്ക് എല്ലാ നന്മ. പോർക്കുരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങിന് ഓരോ വർഷം കഴിയും തോറും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണാകരമേനോൻ പറഞ്ഞു. ഇത് 5ാം വർഷമാണ് ഈ പൂമൂടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർ ഇത് അവിടെ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷുകാരടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഉപയോഗം. രവീന്ദ്രൻ പുന്നശ്ശേരി, സുരേഷ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.